ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് സെൻറ്ററിലാണ് കട്ടിലിട്ടതിന് ശേഷം രണ്ട് സൈഡുകളിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്ത് അതിൻ്റെ പറയുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് എങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ സീലിംഗ് കാര്യങ്ങളെല്ലാം തന്നെ റൂമിൽ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളാണ് വരുന്നത്. കബോർഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ കട്ടിലിൻ്റെ ഏരിയ നോക്കുക. 6 അടി വരുന്ന കട്ടിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡുകളിലും കണ്ടോ, ഈ കട്ടിലിൻ്റെ മുകളിലിരിക്കുന്ന ടേബിളാണ് നമ്മൾ രണ്ട് സൈഡുകളിലായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് റെഡിമെയ്ഡ് ടൈപ്പ് നമ്മൾ ഇത് മാറ്റാവുന്ന രീതിയിലാണ്. അതിൻ്റെ മുകളിൽ കണ്ടോ, അതിൻ്റെ മുകളിൽ രണ്ട് സൈഡുകളിലായിട്ട് സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സൈഡ് ഒരു 8 മോഡുകളുടെ സ്വിച്ച് ബോർഡ്, അപ്പുറത്തെ സൈഡും 8 മോഡലിൻ്റെ സ്വിച്ച് ബോർഡ്. ഇതാണ് നമ്മൾ ഈ പറയുന്ന 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഈ പറയുന്ന സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത്. ആദ്യത്തെ സ്വിച്ച് ബോർഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഒരു 1 വേ സ്വിച്ച്, പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ സ്വിച്ച്, AC-യുടെ സ്വിച്ച്, പിന്നെ വരുന്നത് ഒരു പ്ലഗും സ്വിച്ചും വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ ഇപ്പുറത്തെ സൈഡും വരുന്നത് 2 2 വേ സ്വിച്ച്, റെഗുലേറ്റർ, അതുപോലെ തന്നെ പിന്നെ വരുന്നത് പ്ലഗ് സ്വിച്ചും, രണ്ട് സൈഡും പ്ലഗ് സ്വിച്ചും വരുന്നുണ്ട്. ഒരെണ്ണം ഇൻ്റർനാഷണൽ പ്ലഗ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട ലൈറ്റുകളും വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കൊടുക്കുക. 2 2 വേ റെഗുലേറ്റർ, പിന്നെ ഒരു പ്ലഗ് സ്വിച്ചും വരുന്നുണ്ട്. രണ്ട് സൈഡിലും പ്ലഗ് സ്വിച്ചും വരുന്നുണ്ട്. കാരണം മൊബൈൽ ചാർജിങ് രണ്ട് സൈഡിലും നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ലാപ്ടോപ്പ് ചാർജിങ് ഒക്കെ വേണമെങ്കിൽ അതും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡുകളിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഈ രണ്ട് സൈഡ് ടേബിൾ ഇട്ട് കഴിയുമ്പോൾ രണ്ട് സൈഡ് ടേബിളിൻ്റെ മുകളിലായിട്ടാണ് ആ സ്വിച്ച് ബോർഡ് വരുന്നത്. അതാണ് നമ്മൾ പറയുന്ന 6 അടി കട്ടിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്ന രണ്ട് സൈഡ് ടേബിൾ ഇട്ടതിന് ശേഷം വരുന്ന ഫിനിഷിംഗ് സ്റ്റേജ്. പിന്നെ വരുന്ന നമ്മുടെ കബോർഡ് സിസ്റ്റമാണ്. കബോർഡ് സിസ്റ്റത്തിനോട് അറ്റാച്ച് ചെയ്ത് കമ്പ്യൂട്ടർ വയ്ക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടേബിളും കൂടി ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയ ഐഡിയ പരമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 110 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് പ്ലഗും രണ്ട് സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡോറിൻ്റെ, അതായത് റൂമിൻ്റെ എൻട്രൻസ് ഈ സൈഡിലായതുകൊണ്ട് നമ്മൾ ഡോറ് കഴിഞ്ഞതിന് ശേഷം അവിടെ മെയിൻ ഒരു സ്വിച്ച് ബോർഡ് കൂടി കൊടുത്തിട്ടുണ്ട് 8 മോഡുകളുടെ. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന കബോർഡിനോട് ചേർന്നിട്ട് തന്നെയുള്ള സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 4 സൈഡുകളിൽ സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട്, സീലിംഗ് കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം തന്നെ വാർക്കയിലിടുന്ന ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഏരിയ ആ LED സ്ട്രിപ്പിന് വേണ്ടി മാത്രമാണ് ചെറിയൊരു സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഒറ്റ ലെയർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൊടുത്തിരിക്കുന്നത് വാം വൈറ്റ്സ് തന്നെ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും നമുക്കൊരു വീടിൻ്റെ ഒരു റൂമിൻ്റെ അകത്ത് ഒരു ആംബിയൻസ് കിട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ റൂമിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അകത്തുനിന്ന് അറ്റാച്ച്ഡ് വരുന്ന ബാത്റൂം മണിക്കായിരുന്നു. ആദ്യം തന്നെ കബോർഡ് സിസ്റ്റത്തിൽ, അതുപോലെ തന്നെ നമുക്ക് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ക്ലോസറ്റിൻ്റെ ഏരിയ കൺസീൽഡ് വിത്ത് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് കുളിക്കുന്ന ഏരിയ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഡൈവേർട്ടറൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ റൂമിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട ഇതാണ് നമ്മൾ റൂമിലേക്ക് കയറി വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് ഡോറ് തുറന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കബോർഡ്, അതിൻ്റെ കൂടെ ലാപ്ടോപ്പിൻ്റെ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ വരുന്നത് നമ്മുടെ കട്ടിലിൻ്റെ ഏരിയ രണ്ട് സൈഡുകളിലായിട്ട് സൈഡ് ടേബിൾ കാര്യങ്ങളെല്ലാം ചെയ്ത് നീറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂം എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് ആശ്രയിച്ചിരിക്കും നമ്മുടെ റൂമിൻ്റേതായ അകത്ത് വരുന്ന സൗകര്യങ്ങൾ യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പം ലഭിക്കുന്നതും, അതുപോലെ തന്നെ കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ നമുക്ക് മാക്സിമം നമുക്ക് ഈ പറഞ്ഞ റൂം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ, ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't